إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونادى أصحاب الجنة أصحاب النار أن قد وجدنا ما وعدنا ربنا حقا فهل وجدتم ما وعد ربكم حقا قالوا نعم فأذن مؤذن بينهم اللعنة الله على الظالمين. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഖുതുബയിൽ പരലോകത്ത് വെച്ച് നടക്കുന്ന ഖുർആൻ പറഞ്ഞ 5 സംഭാഷണങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. നമ്മളുടെ വ്യക്തി ജീവിതങ്ങളിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന, പരലോകത്ത് പരാജയപ്പെടുന്ന ആളുകൾ പരസ്പരം സംസാരിക്കുന്ന 5 സംസാരങ്ങളെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് നരകത്തിലേക്കും സ്വർഗത്തിലേക്കുമായി ആളുകളെ തരംതിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ ആളുകൾ നരകത്തിലെ ആളുകളോടും നരകത്തിന്റെ ആളുകൾ സ്വർഗത്തിലെ ആളുകളോടും സംവദിക്കുന്ന ഒരു മേഖല ഖുർആനിലൊരു പേജ് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് അഅറാഫിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഇവർ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴും അതിനിടയിൽ ദൃക്സാക്ഷികളായി നിൽക്കുന്ന അഅറാഫുകാർ അവരും സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗാതങ്ങളും മയിലുകളും വിദൂരതയിൽ കിടക്കുന്ന ഈ സ്വർഗത്തിന്റെ ആളുകളും നരകത്തിന്റെ ആളുകളും അങ്ങനെ വിളിച്ചു പറയാൻ സാധ്യമാകുമോ എന്നുള്ളതാണ്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ ആയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുമ്പോൾ അതിനെ വിശ്വസിച്ചവരും ഉൾക്കൊണ്ടവരുമാണ് യഥാർത്ഥമായ വിശ്വാസികളാകുന്ന സ്വഹാബ. ഇന്ന് നമുക്കറിയാം, 10,000 കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് ഒരു വയർ കണക്ഷൻ പോലുമില്ലാതെ വയർലെസ് സംവിധാനങ്ങളിലൂടെ സംസാരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി അത്രയും വികസിച്ചൊരു കാലഘട്ടങ്ങളിൽ ആശ്ചര്യപ്പെടാനില്ലാത്ത രൂപത്തിൽ കേൾക്കാൻ കഴിയാവുന്ന വിഷയമാണ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തആല എന്തിനും കഴിവുള്ളവനാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്വർഗം നരകം എന്ന് പറയുന്നത് അത്ര ചെറിയ ഒരു സംഭവമായി വിശദീകരിക്കപ്പെടാവുന്നതല്ല. വളരെ വിശാലമാണ്, പ്രവിശ്യമാണ് സ്വർഗമെന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളെക്കാൾ പ്രവിശാലമായി കിടക്കുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ വേഗം കടന്നു വരണമെന്ന് പറയുമ്പോൾ 7 ആകാശങ്ങളെക്കാളും ഭൂമിയെക്കാളും എത്രയോ പ്രവിശാലമായി കിടക്കുന്നതാണ് സ്വർഗമെന്നുള്ളത് വ്യക്തമാണ്. നരകത്തിനെ സംബന്ധിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്,
സൂര്യനും ചന്ദ്രനും കൊണ്ടുവന്ന് നരകത്തിലിട്ടാൽ പോലും 13.5 ലക്ഷത്തിലധികം ഭൂമി ഉൾക്കൊള്ളാൻ കഴിയാവുന്നതാണ് സൂര്യൻ എന്ന് പറയുന്നത്. ആ സൂര്യനും ചന്ദ്രനും നരകത്തിലൂടെ കൊണ്ടുവന്നിട്ടാൽ പോലും സൗറാനി മുക്കവ്വിറാൻ, ചുറ്റിപ്പൊതിഞ്ഞ 2 കാളകളെ പോലെ മാത്രമേ നിങ്ങൾക്ക് തോന്നൂ എന്ന്. അത്ര വിശാലമാണ് നരകമെന്ന് പറയുന്നത്. അതിന്റെ ആഴങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെടുന്നിടത്ത് കാണാൻ സാധിക്കുന്നത്, നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആളുകൾ മനുഷ്യന്റെ സാധാരണ രൂപങ്ങളിലല്ല. അവന്റെ തൊലിയുടെ കനം വിശദീകരിക്കുന്നുണ്ട്. 42 മുഴമായിരിക്കും മനുഷ്യന്റെ തൊലികൾ എന്നുള്ളതാണ്. ആ ശിക്ഷയുടെ കാഠിന്യം പഠിക്കാനാണ്. മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിലെ ഏറ്റവും കൂടുതൽ വേദന അറിയുന്നത് അവന്റെ ത്വക്ക് മുഖാന്തരമാണ്. ജുലൂദുഹും ഫബദ്ദൽനാഹും ജുലൂദ, അവന്റെ തൊലികൾ പഴുത്ത് പാകമാകുമ്പോ അള്ളാഹു ആ തൊലികളെ മാറ്റി മാറ്റി കൊടുക്കുമ്പോ ഈ തൊലിയല്ല 42 മുഴമുള്ള തൊലികളാണ് ഉരുകിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യങ്ങളെ, അവന്റെ 2 ഷോൾഡറുകളുടെ ദൂരം പറയുന്നത് മസീറത്തെ സലാസത്തെ അയ്യാം, 3 ദിവസത്തിന്റെ സഞ്ചാര ദൂരമാണ്. ഇരിക്കാൻ കൊടുക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ബൈന മക്കാവൽ മദീന, മക്കയുടെ മദീനയുടെ ഇടയിലുള്ള ദൂരമാണ്. അത്ര വീതി ഉണ്ടായിരിക്കും ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. അവന്റെ പല്ലിന്റെ മോട ഉഹുദ് പോലെയാണ്. 6 കിലോമീറ്റർ വീതിയും 2 കിലോമീറ്റർ ഉയരവുമുള്ള ഉഹുദിന്റെ ജബലെടുക്ക പോലെയാണ് അവന്റെ പല്ലിന്റെ മോണ എന്ന് പഠിപ്പിക്കപ്പെടുമ്പോ, നോക്ക് നിങ്ങൾ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഭീകരന്മാരായിട്ടാണ് മനുഷ്യരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതെങ്കിൽ, അതിലെ അവസാനത്തെ മനുഷ്യനെ പോലും നരകത്തിലേക്ക് എറിയുമ്പോൾ നരകത്തിന്റെ ഒരു ചോദ്യമുണ്ട്, ഫഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ റബ്ബേ? ആ നരകം നിറയണില്ല, ഇനിയുമുണ്ടോ അല്ലാ എന്ന്. ഇത്ര ഭീകരന്മാരായ മനുഷ്യനെ നരകത്തിലേക്ക് എറിയുമ്പോഴും, അവസാനത്തെ മനുഷ്യനെ നരകത്തിലേക്ക് എറിയുമ്പോഴും നരകം ചോദിക്കുമെന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ അള്ളാന്റെ പ്രവാചകന്റെ സഹാബത്ത് പറയാണ്, ഇത് സമിഅനാഹ വജബാ, വല്ലാത്തൊരു ഭയാനകരമായ ശബ്ദം കേട്ട് ഞങ്ങൾ കോരിത്തിരിച്ചു പോവുകയാണ്. മുത്തുറസൂല് ചോദിക്കുന്നുണ്ട്, സഹാബാ, ആ കേട്ടുപോയ ശബ്ദം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബാ? ഇന്നഹു ഹജറുൻ റമാ ബിഹി ഫിന്നാർ മുൻദു 70 ഖരീഫാ. 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു പോയൊരു കല്ല് അതിന്റെ അടിത്തട്ടിൽ എത്തിപ്പോയ ശബ്ദമാ സഹാബാ നിങ്ങൾ കേട്ടുപോയതെന്നാണ്. ഒരു കല്ലിട്ടാല് കണ്ണ് ചെമ്മി തുറക്കണ വേഗതയിൽ താഴെ എത്തുമെങ്കിൽ, ഇത്ര വർഷങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ അതിന്റെ ആഴം എത്രയാണ്? അപ്പൊ സ്വർഗം വിശാലമാണ്, നരകം വിശാലമാണ്. പക്ഷെ അതിന്റെ ആളുകളെ അല്ലാഹു തആല സംസാരിക്കാൻ അതിന്റെ ഒരു അവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുമ്പോ, പ്രിയമുള്ളവരെ, ആദ്യം വിളിച്ചു പറയുന്നത് സ്വർഗത്തിന്റെ ആളുകളാണ്. വനാദാ അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അസ്ഹാബന്നാർ, നരകത്തിന്റെ ആളുകളോട്, അൻഖദ വജദനാ മാ വഅദനാ, ഞങ്ങളോട് ഞങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്തതെല്ലാം ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുകയാണ്. തരാമെന്ന് പറഞ്ഞ സ്വർഗം കിട്ടിയിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞ അനുഭൂതികളെ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഞങ്ങൾ സന്തോഷവാന്മാരാണ്. അത് ഹഖാ, അല്ലാഹു പറഞ്ഞത് സത്യമായി വന്നു. ഫഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖാ, നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്തതും സത്യമായി വന്നില്ലയോ? സ്വർഗത്തിന്റെ ആളുകൾ നരകത്തിന്റെ ആളുകളോട് വിളിച്ചു പറയും, നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്തത്, നിങ്ങൾ ചെയ്യുന്ന നീചമായ പ്രവർത്തനങ്ങൾക്ക് കടന്നെരിയും നരകത്തിലെന്ന് അള്ളാഹു പറഞ്ഞത് സത്യമായി വന്നില്ലയോ? ആ സമയത്ത് നരകത്തിന്റെ ആളുകൾ തിരിച്ചു മറുപടി പറയുന്നുണ്ട്, ഖാലൂ നഅം, അതേ, ഞങ്ങൾക്കത് സംഭവ്യമായിരിക്കുന്നുണ്ട്, എല്ലാം ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഫഅദ്ദന മുഅദ്ദിൻ, ആ സമയത്ത് അവിടെ നിന്നൊരു വിളിച്ചു പറയുന്ന ആളുകൾ ബൈനഹും, അവർക്കിടയിൽ നിന്ന് പറയുന്നുണ്ട്, അൽഅനതുല്ലാഹി അലൽ ളാലിമീൻ, അക്രമികളായ ആളുകൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടെന്ന് വിളിച്ചു പറയുന്നു. പ്രിയമുള്ളവരെ, പരിഹാസരൂപമാണെന്ന് ഈ ആയത്തിന്റെ തഫ്സീറുകളിലൂടെ കാണാം. സ്വർഗത്തിന്റെ ആളുകൾ പറയാൻ, ഞങ്ങളുടെ അല്ലാഹു സത്യമായി ഞങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞത് മുഴുവനും ഞങ്ങളിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് വന്നില്ലേ, ഇപ്പൊ അനുഭവിക്കുന്നില്ലേ, ഇപ്പൊ ലഭ്യമാകുന്നില്ലേ എന്നവരോട് പറയുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പ്രപഞ്ചങ്ങളുടെ പ്രവിശാലതയിൽ നിന്നുകൊണ്ടാണ് അവരവിടെ നിന്ന് സംസാരിക്കുന്നത് എങ്കിൽ ആ സംസാരങ്ങളെ കേൾക്കാൻ നരകത്തിന്റെ ആളുകൾ എന്തുകൊണ്ടാണ്
അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹ്, അവരല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞവരാണ്. ആ ദീനിനൊരു വക്രത ഉണ്ടാകണമെന്നവർ ആഗ്രഹിച്ചതാണ്. ആ ദീന് നല്ലതുപോലെ പറയില്ല എന്നവർ ആഗ്രഹിച്ച് അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞവരാണവർ. അല്ലാഹു തആല പറയാ വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ ആഖിറതി കാഫിറൂൻ, പരലോകത്തെ അവർ നിഷേധിച്ചവരാണ്. അള്ളാഹിന്റെ പരലോകത്തിനെ നിഷേധിച്ച് ജനങ്ങളെ മതത്തിൽ നിന്ന് തടഞ്ഞ് വക്രതയിലൂടെ ദീനിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചവരാണവർ. എന്താ പറഞ്ഞത്? നരകത്തിൽ അനുഭവിക്കുന്ന ആളുകളെ പറ്റി പറയും. ഇപ്പൊ കിട്ടിയില്ലേ എന്ന് സ്വർഗത്തിന്റെ ആളുകൾ പറയുമ്പോ അവർ പറയും ഖാലൂ നഅം, ഞങ്ങൾക്ക് കിട്ടിയെന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടെന്നറിയോ? രണ്ട് വിഷയം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ജനങ്ങൾ അള്ളാന്റെ മാർഗം തെറ്റിക്കുക എന്ന് പറഞ്ഞ രണ്ട് രീതിയിലാണ്. അതിലൊന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഷിർക്കിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അള്ളാഹുവിൽ നിന്ന് പടപ്പുകളെ തെറ്റിച്ചു. ഷിർക്കിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ മക്കയിൽ അവതരിച്ച 90-ലധികം വരുന്ന അധ്യായങ്ങളിലും അള്ളാന്റെ തൗഹീദിന് വേണ്ടി മഹാഭൂരിപക്ഷം വരുന്ന ആയത്തുകൾ മാറ്റിവെച്ചപ്പോ മദീനയിൽ അവതീർണമായ ആ സൂറത്തുകളിലെല്ലാം ശരീഅത്തിന്റെ നിയമങ്ങൾക്കിടയിലും തൗഹീദിനെ പറഞ്ഞപ്പോ, പ്രവാചകന്റെ ഹദീസുകളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ, അള്ളാഹുവിന്റെ തൗഹീദിനെ വഹ്ദാനിയത്തിനെ ഊട്ടിയുറപ്പിച്ചപ്പോ അതിൽ നിന്ന് മുഴുവൻ ജനങ്ങളെ തെറ്റിച്ച് ഷിർക്കിലേക്ക്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിലേക്ക്, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിആസ ചെയ്യുന്നതിലേക്ക്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച വഴിപാടുകൾ നേരുന്നതിലേക്ക്, സത്യം ചെയ്യുന്നതിലേക്ക്, എന്തിനേറെ അള്ളാഹുവാണ് റബ്ബ് എന്നുള്ളതിൽ നിന്ന് അള്ളാഹുവിന്റെ പടപ്പുകളാണ് റബ്ബ് എന്ന് പറയുന്ന, സൃഷ്ടാവെന്ന് പറയുന്ന, ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന, അവന്റെ അടിമകളാണ് നമ്മളെന്ന് പറയുന്ന, അതിന് കൊടുത്ത കഴിവിന്റെ ഇസ്തിആസയുടെ അടുപ്പിക്കാനെന്ന് ഇല്ലാത്ത പൊള്ളവാദങ്ങളെ കൊണ്ടുവന്ന് സാക്ഷാൽ പച്ചയായ ഷിർക്കിലേക്ക് അള്ളാഹുവിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിച്ചവർ പരലോകത്തെ രക്ഷപ്പെടില്ല, ഷിർക്കിലേക്ക് നയിച്ചവരാൻ. രണ്ടാമത് ഇസ്ലാം തെറ്റാണ് എന്ന് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വാഹനം കിട്ടാത്തവരാണെന്ന് എന്ന് പറഞ്ഞ നിരീശ്വരവാദത്തിന്റെ, ലിബറൽ വാദത്തിന്റെ, യുക്തിവാദത്തിന്റെ നാമ്പുകളെ ആളുകളിലേക്ക് അഴിച്ചുവിട്ട ആളുകളാണ്. അവരാണ് വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചവർ. ഈ ദുനിയാവില് നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ മുരീദന്മാരാരും നരകത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഷിർക്കിന് വേണ്ടി കൊടിപിടിച്ച ആളുകൾ ജീവിതമെന്നുള്ളത് ആസ്വദിക്കാനാണ്. വെറുതെ ഈ ആരാധനകളും നോമ്പും നിസ്കാരവും ഖുർആനുമായി അല്ലാഹ് ദുനിയാവിലെ സുഖങ്ങളെ നിങ്ങൾ കളയണ്ട എന്ന് പറഞ്ഞ് ആസ്വാദനത്തിലേക്ക് മുറവിളി കൂട്ടി ജനങ്ങളെ മതത്തിൽ നിന്ന് തെറ്റിച്ചവർ. ഇവരോട് ആ നമസ്കാരവും നോമ്പും ഉണ്ടായിരുന്ന ആളുകൾ, അള്ളാന്റെ ഖുർആനിലൂടെ ജീവിച്ചിരുന്ന ആളുകൾ, അവിടെ നിതാ സ്വർഗത്തിൽ കിടന്ന് പറയും, അന്ന് നിങ്ങളോട് റബ്ബ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് ഇപ്പൊ നിങ്ങൾ സത്യമായിട്ട് അനുഭവിക്കുന്നില്ലേ? അവര് പറയുമുണ്ട്. ഖാലൂ നഅം, അതെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നവര് പറയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തെറ്റിച്ചതാണ്. അവർക്ക് പരലോകം പോലും ബാധകമല്ല. ദീനിനെ വളച്ചാക്ഷേപിക്കാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര നല്ല സാമൂഹ്യ നന്മകൾ പറഞ്ഞ ഇസ്ലാമിനെ ഇന്ന് നിരീശ്വരവാദം, യുക്തിവാദമൊക്കെ കൊടികുത്തി വാഴുന്ന ഒരു ഡയാലിസിസ് സെന്റർ പോലും ആത്മാർത്ഥമായിട്ട് നടത്താൻ അവരെ കൊണ്ട് കഴിയില്ല. സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അതിന് തടസ്സമാകുന്നത് ഭ്രൂണത്തിൽ വളരുന്ന ജീവനുള്ള കുഞ്ഞ് തങ്ങളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമാകുമെന്ന് കണ്ടാൽ ആ കുഞ്ഞിനെ കൊന്നുകളയണമെന്ന് വാശി പിടിക്കുന്ന ആളുകളാണ് സമാധാനം പറയുന്നത്. സ്വൈര ജീവിതത്തിന് തടസ്സമെന്ന് പറഞ്ഞാൽ അവർ മാതാപിതാക്കൾ അവർ തടസ്സമായി വന്നാൽ വൃദ്ധസദനങ്ങൾ അനിവാര്യമാണെന്ന് വാദിക്കുന്ന ആളുകളാണ് ഇസ്ലാമിനെ പഴി പറയുന്നത്. അള്ളാന്റെ ദീനിന് ധർമ്മമില്ല എന്ന് പറയുന്നത്, അതിന് ധാർമ്മികതയുടെ അവകാശപ്പെടാൻ അർഹതയില്ല എന്ന് പറയുന്നവർ, അവര് നന്മയിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നുണ്ട്, ഷിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവർ അനുഭവിക്കും നാളെ നരകത്തിലെ. അന്ന് പരിഹാസത്തിനിരയായ 6-ാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടാത്തവരെന്ന് വിളിച്ച സ്വർഗത്തിന്റെ ആളുകളില്ലേ, അവർ വിളിച്ചവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ലേ, അർഹമായത് കിട്ടുന്നില്ലേ? എന്നിട്ട് അല്ലാഹ് പറഞ്ഞു അടുത്ത വാക്കെന്നറിയോ? വബൈനഹുമാ ഹിജാബ്, അവർക്കിടയിൽ അല്ലാഹു മറവെക്കുന്നുണ്ട്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ആളുകൾക്കിടയിൽ മറയുണ്ട്. വയലൽ അറാഫി റിജാൽ,
ആ അറാഫിന്റെ മുകളിലും ചില ആളുകളുണ്ട്. അറാഫിന്റെ മുകളിലും ചില ആളുകളുണ്ട്. അറാഫ് പൊന്തിയ സ്ഥലമെന്നാണ് അറാഫ്. മറയായി സ്വർഗത്തിലേക്കുമല്ല നരകത്തിലേക്കുമല്ലാതെ മറയായി നിൽക്കുന്ന ഭാഗമാണ്. അവിടെ അറാഫിന്റെ ആളുകളുണ്ട് എന്നുള്ളതാണ്. അറാഫ് എന്ന് പറഞ്ഞാൽ പൊന്തിയ ഒരു സ്ഥലത്തിനാണ് എന്ത് പറയാ, അറാഫ് എന്ന് പറയാം. അവിടെ കുറച്ച് ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്ന് സഈദ് ബിൻ മുസയ്യബ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഭാഗം കാണാം. ആരാണ് അറാഫിലെ ആളുകൾ? ഖുർആനിൽ ആയത്ത് ഉദ്ധരിച്ച് പഠിപ്പിച്ചു. ആരെങ്കിലും വമൻ സഖുലത മവാസീനു, ആരുടെ മീസാൻ കനം കൂടിയോ, തിന്മകളെക്കാളും നന്മയിലേക്ക് കനം കൂടിയാൽ ആ ആളുകൾ സ്വർഗത്തിലായിരിക്കും. എന്നാൽ നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ് ഒരാളിൽ കൂടുന്നതെങ്കിൽ ആ ആളുകൾ നരകത്തിലുമാണ്. നന്മയും തിന്മയും അള്ളാഹു പുറത്തു കൊടുത്തിട്ടും ഓഫർ കൊടുത്തിട്ടും ഇരട്ടിപ്പിച്ചു കൊടുത്തിട്ടും ശ്രദ്ധിക്കണേ, അള്ളാഹു ആരെയും വെറുതെ നരകത്തിലേക്ക് എറിയുന്നില്ല. ചെയ്യാൻ ആഗ്രഹിച്ച നന്മക്ക് പ്രതിഫലം കൊടുത്ത്, തിന്മ ചെയ്യാൻ ആഗ്രഹിച്ച് ചെയ്യാതിരുന്നപ്പോൾ അതിനും നന്മ കൊടുത്ത്, നോക്കിയേ നിങ്ങൾ, ആ തിന്മയിൽ നിന്ന് പിന്മാറിയപ്പോഴും നന്മ കൊടുത്ത്, തിന്മകളുടെ സ്വമേധയാ മായിച്ചു കൊടുത്ത്, അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ നന്മകളെ ഇരട്ടിപ്പിച്ചു കൊടുത്ത്, അങ്ങനെയൊക്കെ അവന്റെ മീസാനിൽ നന്മ തിന്മ തൂക്കി നോക്കിയപ്പോഴും നന്മ കൂടുതലുള്ളവർ സ്വർഗത്ത് പോയി, തിന്മ കൂടിയവർ നരകത്തിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ ഓഫർ കിട്ടിയിട്ടും നന്മയും തിന്മയും സമമായി നിൽക്കുന്ന ആളുകളാണ് അഹ്റാഫ്. സ്വർഗത്തിലേക്കുമല്ല നരകത്തിലേക്കുമല്ല ആ ഉയരമുള്ള ഭാഗത്ത് നിൽക്കുന്ന ആളുകളെന്ന്. അതുകൊണ്ടാണ് ആ സൂറത്തിന് ഖുർആനിൽ സൂറത്ത് അഹ്റാഫ് എന്ന പേര് പോലും ലഭ്യമായതെന്ന്. അവിടെ കുറച്ച് ആളുകളുണ്ട്, ഇവരുടെ സംഭാഷണമൊക്കെ കേൾക്കുന്ന കുറച്ചാളുകൾ അവിടെയുണ്ടെന്ന് അല്ലാഹു തആല. അഹ്റാഫിന്റെ ആളുകൾ യഅരിഫൂന കുല്ലം ബിസീമാഹും, ഇവരെയൊക്കെ അവരിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് വനാദോ അസ്ഹാബൽ ജന്ന, അഹ്റാഫിന്റെ ആളുകൾ സ്വർഗത്തിന്റെ ആളുകളോട് പറയുന്നുണ്ട്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമാണ്, നിങ്ങൾക്ക് സമാധാനമാണ്. ഇതിനേക്കാളും വലിയ സന്തോഷമുണ്ടോ? സലാം, സമാധാനം. സ്വർഗത്തിന്റെ ആളുകൾക്ക് എവിടെയും സമാധാനം. അല്ലാഹു വരെ സ്വീകരിക്കുന്നത് സലാം, സലാം, നിങ്ങൾക്ക് സമാധാനം. ഈ ഒരു ശാന്തി മന്ത്രമല്ലാതെ അവർക്ക് കേൾക്കണില്ല. നിങ്ങൾക്ക് സമാധാനമാണ്. അഹ്റാഫിന്റെ ആളുകൾ പറയും. എന്നിട്ട് അവര് പറയുന്നുണ്ട്, അവര് വിളിച്ചു പറയുന്നുണ്ട്, ലം യദ്ഖുലൂഹാ വഹും യത്മഊൻ, അവരാ സ്വർഗത്തിൽ കയറണില്ല, പക്ഷെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈദാ സുരിഫത് അബ്സാറുഹും തിൽകാ അസ്ഹാബിന്നാർ, അവർ നരകത്തിന്റെ ആളുകളിലേക്ക് അവരുടെ കണ്ണുകൾ ഇങ്ങനെ പായിക്കുമ്പോ, റബ്ബനാ ലാ തജഅൽനാ മഅൽ ഖൗമിൽ ളാലിമീൻ, ഈ അക്രമികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ആക്കല്ലേ. പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്കില്ല നരകത്തിലേക്കില്ല, അഹ്റാഫിലാണുള്ളത്. സ്വർഗത്തിലേക്ക് നോക്കുമ്പോ അതിലേക്കൊന്ന് കടക്കാൻ അവർ ആഗ്രഹിക്കുന്നു. നരകത്തിന്റെ ആളുകളുടെ ശിക്ഷ കാണുമ്പോ ഒരിക്കലും ഞങ്ങൾ അതിലേക്ക് പ്രവേശിപ്പിക്കല്ലേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ അഹ്റാഫിന്റെ ആളുകൾ പറയുന്ന വാക്കുണ്ട്, വനാദാ അസ്ഹാബൽ അഹ്റാഫ്, അഹ്റാഫിന്റെ ആളുകൾ അവരിങ്ങനെ വിളിച്ചു പറയാണ്, റിജാലൻ യഅരിഫൂനഹും ബിസീമാഹും, ചില അടയാളങ്ങൾ വെച്ച് അവർ മനസ്സിലാക്കുന്ന ആളുകളോട് പറയണ വാക്കുണ്ട്, ഖാലൂ മാ അഗ്നാ അൻകും ജംഉകും, നിങ്ങൾ സ്വരൂപിച്ചു കൂട്ടിയതൊക്കെ എവിടെ? ഹൃദയത്തിൽ തട്ടിയിട്ടല്ലാതെ ഇറങ്ങിപ്പോകേണ്ട പ്രിയമുള്ളവരെ, നിങ്ങൾ സ്വരൂപിച്ചു കൂട്ടിയതെവിടെ? സമ്പാദ്യമായി നിങ്ങൾ ശേഖരിച്ചു വെച്ച സമ്പാദ്യങ്ങൾ എവിടെ? നോട്ടുകെട്ടുകളായി, അക്കൗണ്ട് ട്രാൻസ്ഫറുകളായി, ചെക്കുകളായി, സ്വാധീനങ്ങളായി നിങ്ങൾ ശേഖരിച്ചു വെച്ച ദുനിയാവിന്റെ ഫലങ്ങൾ നിങ്ങൾക്കെവിടെ? സംഘടനാ ശക്തികളെവിടെ? ആൾഫലങ്ങളെവിടെ? നാട്ടുകാരുടെ മുന്നിൽ ഏത് വിഷയങ്ങളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള പ്രൗഢമായ നിന്റെ മുദ്രയെവിടെ? നിന്റെ അടിത്തറകളെവിടെ? മാ അഗ്നാ, അവരോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് അൻകും ജംഉകും, നിങ്ങളുടെ ശേഖരങ്ങൾ എവിടെയാണ്? ആ സമയത്ത് പ്രിയമുള്ളവരെ, വമാ കുന്തും തസ്തക്ബിറൂൻ, നിങ്ങൾ അഹങ്കാരം നടിച്ചിരുന്ന, നിങ്ങൾ പ്രൗഢി നടിച്ചിരുന്ന, നിങ്ങൾ മേധാവിത്വം നടിച്ചിരുന്ന, നിങ്ങളുടെ ആധിപത്യങ്ങൾ നിങ്ങൾ കാണിച്ചിരുന്ന നിങ്ങളുടെ പ്രൗഢി എവിടെ? അഹങ്കാരം എവിടെ? ചലിപ്പിക്കാൻ കഴിയില്ല. കരയും കരയും അവിടെ പരലോകത്ത്, നരകത്തില്. ഇവരൊക്കെ നരകത്തിലാണ്. നമ്മൾ വിചാരിക്കുന്ന പ്രൗഢികളൊന്നും അവിടെ ഉണ്ടാവില്ല. വലിയ എസ്കോർട്ടിംഗ് വാഹനങ്ങളുടെ പ്രകമ്പനങ്ങളോടെയല്ലാതെ, അകമ്പടികളോടെയല്ലാതെ ഇറങ്ങി വരാൻ ധൈര്യമില്ലാത്ത ആളുകൾ, അവരുടെ സംഘങ്ങൾ അവിടെ,
അവർക്ക് സുരക്ഷയൊരുക്കിയിരുന്നവരെവിടെ? സമാധാനം നൽകണില്ലേ പ്രിയമുള്ളവരെ ഹൃദയത്തിന്? മുസ്ലിങ്ങളെ നോവായി അങ്ങേയറ്റം ക്രൂരമായി പീഡിപ്പിക്കുന്നവരോട് അവരുടെ എല്ലാ ആൾബലങ്ങളും അഴിച്ചുവെച്ച് വിളിച്ചു പറയാൻ കഴിയും സ്വർഗത്തിന്റെ ആളുകൾക്ക്. അവിടെയും ഇവിടെയും ഇല്ലാത്ത അഹ്റാഫിന്റെ ആളുകളും പറയും, നിങ്ങൾ സ്വരൂപിച്ചു വെച്ചതും നിങ്ങളുടെ അഹങ്കാരം നടിച്ചിരുന്നതും ഇവിടെ എന്നവരോട് പറയുന്ന രംഗമുണ്ടാകും. അവരോട് ചോദിക്കുന്ന അടുത്ത വാക്കുണ്ട്, നിങ്ങളല്ലേ ശപഥം ചെയ്ത് സത്യം ചെയ്ത് പറഞ്ഞത് ഇവർക്കൊന്നും അല്ലാന്റെ കാരുണ്യം കിട്ടൂല? നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞില്ലേ? ഇവർ സുഖങ്ങളെ ത്യജിച്ചവരാണെന്ന് പറഞ്ഞില്ലേ? ഇവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ പറഞ്ഞില്ലേ? അവർക്കൊരു നേട്ടവും ഉണ്ടായില്ല എന്ന് നിങ്ങളെ അപകീർത്തിപ്പെടുത്തി പറഞ്ഞില്ലേ മുസ്ലിങ്ങളെ? അള്ളാഹുവിന്റെ ഒരു സഹായം, ഒരു കാരണം ഇവർക്കുണ്ടാവില്ല എന്ന് ശപഥം ചെയ്ത് ആണയിട്ട് പറഞ്ഞവരല്ലേ നിങ്ങൾ എന്ന് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ അറാഫിൽ നിർത്തിയ അടിമകളായ മനുഷ്യര് ഈ നരകത്തിന്റെ ആളുകളോട് വിളിച്ചു പറയും. അത് വല്ലാത്തൊരു വാക്കല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഖുർആൻ പഠിക്കാൻ പോവാൻ? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ നിസ്കരിക്കാൻ പോവാൻ? നിങ്ങൾക്ക് എല്ലാവിധ അരാജകത്വങ്ങളിലേക്കും ജനങ്ങളെ ക്ഷണിച്ചിട്ട് പറയാൻ ഇവർക്കിപ്പോ ഒരു ആസ്വാദനമില്ല, ഇവരുടെ ഇവിടെയും പോയി മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമില്ല, അള്ളാന്റെ കാരുണ്യം ഇവർക്ക് കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അന്ന് സത്യമിട്ട് പറഞ്ഞതല്ലേ? ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് കയറി നോക്ക്. ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ. ഒരു വിഷമം ഉണ്ടാവില്ല അവിടെ, ഒരു സങ്കടം ഉണ്ടാവില്ല, ഭയപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവില്ല. അതാണ് സ്വർഗം. അറാഫിന്റെ ആളുകൾ വിളിച്ചു പറയും അവരോട്. സങ്കടങ്ങളാണ്, വേദനകളാണ്. എന്നാൽ ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗത്തിന്റെ ആളുകൾ നരകത്തിന്റെ ആളുകളെ വിളിച്ചു പറയുന്നു. അല്ല പറഞ്ഞത് സത്യമായില്ലേ? ഇവര് പറയുന്നു നാം അതെ. ഇത് കേട്ട് നിൽക്കുന്ന അറാഫിന്റെ ആളുകൾ ഒന്നുകൂടെ നരകത്തിന്റെ ആളുകളോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, അന്ന് നിങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ ഒക്കെ സംഭവിച്ചില്ലേ? അവർക്കൊന്നും കിട്ടൂല എന്ന് സ്വർഗത്തിന്റെ ആളുകൾ പറഞ്ഞില്ലേ? അവരെല്ലാം ആസ്വദിക്കുന്നുണ്ടല്ലോ. അവർക്ക് സങ്കടങ്ങളില്ല, അവർക്ക് ദുഃഖങ്ങളില്ല, അവർക്ക് വിഷമങ്ങളില്ല, എല്ലാം അവരിലുണ്ട്. നിങ്ങൾ സ്വരൂപിച്ചു വെച്ചതോ പ്രൗഢിയോ ഒന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണില്ലല്ലോ. ഒരൊറ്റ വാക്കുകൂടെ നരകത്തിന്റെ ആളുകൾ തിരിച്ചു കരയുന്ന ഒരു രംഗമല്ല പറയുന്നുണ്ട്. ഇതുകൂടെ ഹൃദയത്തിൽ കൊത്തിവെച്ചിട്ട് രക്ഷപ്പെടാനുള്ള ഒരു നീയത്തോടുകൂടെ ഇറങ്ങണമെന്ന് ജുമാ കഴിഞ്ഞിട്ട് നോക്ക് നിങ്ങള്. വനാദാ അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ആരോട്? അസ്ഹാബൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകളോട് വിളിച്ചു പറയുന്നുണ്ട്. അന്നഫീനു അലൈനാ മിനൽ മാ, ഒരു തുള്ളി വെള്ളമൊന്ന് ഞങ്ങൾക്ക് തരുമോ? ഒരു തുള്ളി വെള്ളമൊന്ന് തരുമോ ഞങ്ങൾക്ക്? ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അതല്ലെങ്കിൽ അല്ലാഹു തന്ന ഭക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തരുമോ? അനുഭവിക്കുകയാണ് നരകത്തില്. പ്രിയമുള്ളവരെ, വെള്ളം എന്താണ്, പാനീയങ്ങൾ എന്താണ് വല്ലാതെ പ്രയാസപ്പെടുമ്പോ മുഹിലെന്ന് പറയുന്ന യശ്വിൽ വുജൂഹ്, ഒന്ന് അങ്ങ് ചൊരിക്കുന്ന സന്ദർഭത്തിലേക്ക് മുഖം പൂർണ്ണമായി വെന്തുരുകിപ്പോകുന്ന മുഹിലെന്ന് പറയുന്ന പാനീയമാ അവരുടെ ശരീരത്തിന്റെ അകങ്ങളെ മുഴുവനും വെന്ത് കളയുന്നതാണ്. എസിലീൻ എന്ന് പറയുന്ന പാനീയമാണ്. ഒരു തുള്ളി പോലെ 140 രാജ്യങ്ങളെക്കാളധികം പ്രവിശാലമായ ദുനിയാവിലേക്കൊരു തുള്ളി ഒഴിച്ചാൽ ഈ ദുനിയാവ് മുഴുവനും ദുർഗന്ധം വമിക്കുന്നതാണെങ്കിൽ അത്ര ദുർഗന്ധമുള്ളതാ അവർക്ക് കുടിക്കാനായി കൊടുക്കുന്ന ഇസ്ലീനെങ്കിൽ ചുട്ടുപൊള്ളുന്ന ഹമീമാ, അവരുടെ ആ കുടൽമാലകളെ ആമാശയങ്ങള് മുഴുവനും നുറുക്കി വേവിക്കുന്ന ഹമീം എന്ന് പറയുന്ന ജലമില്ലാതെ നരകത്തിലെ ആളുകളെ കത്തിച്ചു ചാമ്പലാക്കുമ്പോ അവരുടെ ശരീരങ്ങളിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന രീതികളിലോട് ഒലിച്ചിറങ്ങുന്ന തീരത്തുൽ ഖബാൽ എന്ന് പറയുന്ന പാനീയമല്ലാതെ കുടിക്കാനില്ലാതെ പ്രയാസപ്പെടുന്ന രംഗങ്ങളില് സ്വർഗത്തിന്റെ ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഹൗദുൽ കൗസറില്ലയോ? സുന്ദരമായ പാനീയങ്ങളില്ലയോ? തേനില്ലയോ? പാലില്ലയോ? ദുനിയാവിനോട് ഉപമിക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണെങ്കിൽ ഒരൽപ്പം ഞങ്ങൾക്കൊന്ന് തരുമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്,
അള്ളാഹു നൽകിയ ഭക്ഷണമില്ലയോ? ഇവിടെ കഴിക്കുന്നത് എന്താണ്? സഖൂമാണ്, ലരിയാണ്, കൈപ്പേറിയതാണ്, മുള്ളുകൾ നിറഞ്ഞതാണ്, ചുട്ടുപൊള്ളുന്നതാ, ശരീരത്തിനെ വേവിച്ചു കളയുന്നതാണ്. പ്രിയമുള്ളവര്, അത്രമേൽ കഠിനമായി പ്രയാസപ്പെടുമ്പോ ആഗ്രഹിക്കുന്ന പോലെ ലഭ്യമാകുന്ന സ്വർഗത്തിലോ എല്ലാ അനുഭൂതികളും നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കുമ്പോ ഒരു തരി ആഹാരം തരുമോ, ഒരു തുള്ളി വെള്ളം ഞങ്ങൾക്കൊന്ന് തരുമോ എന്ന് കെഞ്ചി പറയുമ്പോ സ്വർഗത്തിന്റെ ആളുകൾ പറയുന്നുണ്ട്, കാലോ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് അല്ലാഹു ഹറാമാക്കിയതാണ്. ഒരു കാലത്തും നിങ്ങൾക്ക് അവിടെയില്ല. പ്രിയമുള്ളവരെ, ദുനിയാവിലെ യാതനകളുണ്ടോ, വേദനകളുണ്ടോ? 70കളിലോ 80കളിലോ 90കളിലോ ദുനിയാവിനോട് യാത്ര പറയുമ്പോ അവസാനിക്കുമായിരുന്നെങ്കിൽ ജീവിതമില്ലാത്ത, മരണമില്ലാത്ത ലോകത്തില് ശാശ്വതമായി അവസാനം വരെ അറ്റമില്ലാത്ത, അവസാനമില്ലാത്ത നരകത്തിലൂടെ ഒരു കാലത്തും വെള്ളമില്ല, ഒരു കാലത്തും പാനീയങ്ങളില്ല, ഒരു കാലത്തും ഭക്ഷണമില്ല, ശക്തമായി വെന്തുരുകിക്കൊണ്ടിരിക്കുകയാ. പ്രിയമുള്ളവരെ, ഉരുകിത്തീരുന്നതായ നരകങ്ങളിലോട് അല്ലാഹു ഹറാമാക്കി. കാരണം എന്താണെന്നറിയോ? അല്ലദീന തഖദൂ ദീനഹും ലഹ്വൻ വലഇബാ, ദുനിയാവിലെ പരലോകത്തിനെ കളിയാക്കിയവരാണ്. അള്ളാന്റെ മതത്തിനെ കണ്ടത് കളിയാണ്, വിനോദമാണ്, കളിയാണ്, വിനോദമാണ്. വഅറതുമുൽ ഹയാത്ത ദുനിയാ, ദുനിയാവിലെ ജീവിതം അവരെ വഞ്ചിച്ചതാണ്. എന്താ പറഞ്ഞേ? കളിയും വിനോദവുമായിട്ട് ദീനെ കണ്ടു. എല്ലാരും പോകുമ്പോ അതിന്റെ കൂടെ പള്ളി പോയി, തോന്നിയ നേരത്ത് പള്ളി പോയി, അല്ലെങ്കിൽ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ കുറൊക്കെ ദീനിന്റെ കുറെ കാര്യങ്ങളെ പരിഹസിച്ചു. ഒരു തമാശയായിട്ട് അടുത്ത വാക്ക് ദുനിയാവ് അവരെ വഞ്ചിച്ചു എന്നുള്ളതാണ്. കളിയും വിനോദവും ദുനിയാവിൽ കണ്ടവരെ. പള്ളിയിൽ നിസ്കരിക്കണ്ടാവും, വൈകുന്നേരം ഗാനമേളക്കും പോകും, ഉത്സവപ്പറമ്പിലും പോകും. അതൊന്നും അത്ര വലിയ തെറ്റല്ല എന്ന് സ്വയം മനസ്സിനെ തൃപ്തിപ്പെടുത്തും ചെയ്യും. വലിയ അപകടാട്ടോ. നിങ്ങൾ കളിയും വിനോദവുമായി കണ്ട് ബാക്കിയൊക്കെ നമ്മൾ വിചാരിക്കും അത് കാഫറല്ലേ. ഈ വാക്ക് കൊത്തിവെച്ചിട്ടല്ലാതെ പോകണ്ട. നമ്മുടെ വിചാരിച്ചു നോക്ക്, ഒരു ഹറാമിലായിക്കൊണ്ടിരിക്കെ അവിടെ വെച്ചാണ് അല്ലാഹുവിന്റെ മലക്കുൽ മൗത്ത് റൂഹിനെ പിടിക്കുന്നതെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു സിനിമ തിയേറ്ററിലേക്കോ ഉത്സവപ്പറമ്പിലേക്കോ ആരും അറിയാതെ ഒരു വ്യഭിചാരത്തിന് വേണ്ടി കടന്നു പോകാൻ മനസ്സ് വെമ്പിയിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവിടെ നിങ്ങളുടെ റൂഹിനെ കൊണ്ടുപോകുമെന്ന ഒരു പ്രതീക്ഷയും വേണ്ടാട്ടോ. മനസ്സ് പറഞ്ഞേക്കാം, പക്ഷെ അവിടുത്തെ ഓർക്കണം, എന്റെ ആഖിറം, എന്റെ പരലോകം, എന്റെ റബ്ബിന്റെ വിചാരണ, എന്റെ മരണം. അക്സിറൂ ദിക്റ ഹാദിമൽ ലസ്സാത്ത്, സുഖഭോഗങ്ങളുടെ അന്തകനായ മരണത്തിന്റെ ചിന്തകൾ അധികരിപ്പിക്കണം. നരകത്തിന്റെ ആളുകൾ കരഞ്ഞു പറയും. അള്ളാഹ് പറയാം, അതിന്റെ കാരണം എന്താണെന്നറിയും? ദീന് കണ്ടത് കളിയും വിനോദമായിട്ടാണ്. മാത്രമല്ല, ദുനിയാവ് അവരെ വഞ്ചിച്ചു കളഞ്ഞു. ആ ദുനിയാവിന്റെ പിന്നാലെ മാത്രം അവൻ ഓടിയതാണ്. ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, ഈ ദിവസത്തെ നിങ്ങൾ മറന്നതുപോലെ ഞാൻ ഇന്ന് നിങ്ങളെയും മറക്കാൻ. നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചപ്പോൾ ഇന്ന് മറന്നില്ലേ? ഇങ്ങനെ ഒരു ദിവസത്തിന് മറന്നില്ലേ? അതുകൊണ്ട് അള്ളാഹ് പറയും, ഇന്ന് ഞാൻ നിങ്ങളെയും മറക്കുന്നു. അള്ളാഹ് കൈയൊഴിയും പ്രിയമുള്ളവരെ, അള്ളാഹു കൈയൊഴിയും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ സംഭാഷണം കേവലം ഒരു ഖുത്ബ കൊണ്ട് പോകാനല്ല. വിശുദ്ധ ഖുർആനിൽ ഒരു പേജാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാഫ് 44 മുതൽ 51 വരെയുള്ള ആയത്തുകൾ വീട്ടിൽ പോയാലും വായിക്കാനും പഠിക്കാനും സസൂക്ഷ്മം ശ്രദ്ധിക്കാനും, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പരലോകത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സംഭാഷണങ്ങളും, ഇന്ന് വിശദീകരിച്ച നരകത്തിൽ വെച്ച് സ്വർഗത്തിന്റെ ആളുകളും നരകത്തിന്റെ ആളുകളും അറാഫിന്റെ ആളുകളും പരസ്പരം പറയുന്ന സംസാരവും ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു മാറ്റത്തിന്റെ ധ്വനി മുഴക്കുന്നുവെങ്കിൽ ആ പരിഹാരത്തെ സ്വീകരിക്കാൻ ഒരു കാരണമാവട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم
وعلى آله وصحبه أجمعين أما بعد اتقوا الله يا عباد الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്ന വിഷയം പരസ്പരമുള്ള സ്വർഗാവകാശികളും നരകാവകാശികളും തമ്മിലുള്ള സംസാരമാണെങ്കിൽ ഒരു കാര്യം കൂടെ ഹൃദയത്തിൽ കൊത്തിവെക്കാൻ അള്ളാഹു പറഞ്ഞു ഖുർആനിലൂടെ, ഹുവൽ ഖുസ്റാനുൽ മുബീൻ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അതാണ് വ്യക്തമായി നഷ്ടമെന്നുള്ള പറഞ്ഞ ഒരു നഷ്ടക്കാരുണ്ട്. അതാരെന്നറിയോ? ഫലൽ തിക്കാ ഖസിറു അൻഫുസഹും വഅഹ്ലിഹിം യൗമൽ ഖിയാമ. അവന്റെ ശരീരത്തെയും അവന്റെ കുടുംബത്തെയും ഖിയാമത്ത് നാളിൽ നഷ്ടപ്പെടുത്തിയവരാണ്. ഫലൽ തിക്കാ ലഹും അബദ എന്ന ആയത്തിന്റെ തഫ്സീർ കാണാം. ഒരിക്കലും കണ്ടുമുട്ടാൻ കഴിയാതെ ബാപ്പ സ്വർഗത്തിലെ, മക്കള് നരകത്തിലെ, മക്കള് സ്വർഗത്തില്, വാപ്പ നരകത്തില്, ഉമ്മ, അങ്ങനെ മാറി മാറി കുടുംബം ചിന്ന ഭിന്നമായി പോകുന്നവർ, കുടുംബം ഒന്നിച്ച് നരകത്ത് പോകുന്നവർ ഒക്കെ നഷ്ടക്കാരാൻ. ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലപിക്കുന്നവരും കരയുന്നവരുമായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദീനനുസരിച്ച്, ഇൽമനുസരിച്ച് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് വേണ്ട അടിസ്ഥാനപരമായ അറിവുകളെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു മിൻഹാ ശഫാഅ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. ഒരാൾക്കും ഒരാളെയും ഒരു സഹായം ചെയ്യാൻ കഴിയാത്ത, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത, ഒരു റെക്കമെൻഡോ ഒരു ശുപാർശയോ പോലും നിലനിൽക്കാത്ത നാടാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനി. ഉമ്മയിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് പേടിച്ചോടി പോവാ. താങ്ങാൻ പറ്റുമോ? എൻ്റെ ഉമ്മാനെ വേണ്ടെന്ന് പറയാൻ? നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു വെച്ച, കരള് പകുത്തു കൊടുക്കണോ? തയ്യാറാണ് ഉമ്മ. കിഡ്നി കൊടുക്കണോ? തയ്യാറാണ്. രക്തബന്ധം, എല്ലാറ്റിനും അവർ റെഡിയല്ലേ? ആഖിറത്തിലെ മാതാപിതാക്കൾക്കും മക്കൾക്കുമെതിരെ പരസ്പരം തിരിയുന്ന ഒരു ലോകത്തിലൂടെ ബാപ്പാക്ക് മക്കളെ വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വല്ലാത്തൊരു ലോകല്ലേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വാപ്പാക്കും ഉമ്മാക്കും സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ മക്കളെ നരകത്തിലേക്ക് പോകാൻ കാരണമായിട്ടുണ്ടെങ്കിൽ കൈപിടിക്കും അവർ? റബ്ബേ, ഇതെന്തൊരു നീതിയാണ്! അല്ലാഹുവേ, അല്ലാഹുവേ, അവർ പലതിനുമുണ്ടായപ്പോ അവർ ഞങ്ങളെ കൂട്ടിയിട്ടില്ല. അവർ ഖുർആൻ ക്ലാസിന് പോയപ്പോ ഞങ്ങളെ വിളിച്ചിട്ടില്ല. അവർ രാവിലെ നമസ്കരിക്കാൻ എണിച്ചപ്പോ ഞങ്ങളെ വിളിച്ചിട്ടില്ല. അവർ ഞങ്ങളെ ഉണർത്തിയിട്ടില്ല. അവരുടെ നന്മകൾ ഞങ്ങളെ കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് റബ്ബേ, കാലിന്റെ താഴെ ഞെരിച്ചമർത്താൻ ഇവരെ വെച്ചതായോ എന്ന് റബ്ബിനോട് പറയുന്ന ഭയാനകരമായ സാഹചര്യമുണ്ട് പരലോകത്തുണ്ട്. അതുകൊണ്ട് കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ സൂറത്തു അബസയുടെ അവസാനം അല്ലാഹു പറഞ്ഞ പോലെ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. ഉമ്മയിൽ നിന്ന്, വാപ്പയിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് പേടിച്ചോടിപ്പോകുന്ന രംഗമാണെങ്കിൽ എന്റെ ഉമ്മാനെ നരകത്തിലിട്ടാലും വേണ്ടില്ല അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തുമോ റബ്ബേ? അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുവിനോട് പറയുന്നതാണ്. വല്ലാത്ത ലോകമാണ് ആ ആഖിറത്തിലൂടെ രക്ഷപ്പെടാൻ. ഇന്നത്തെ നമ്മുടെ ഉമ്മാനെ മനസ്സിൽ കണ്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് ആ ഉമ്മ പറയോ നമുക്കെതിരെ? ഒരിക്കലും പറയില്ല. ഉമ്മയുടെ ദേഹത്തേക്ക് എണ്ണ ഒഴിച്ച് തീയിട്ട, വീടിന്റെ ഉള്ളിലും തീയിട്ട മകൻ, മാനസിക വിഭ്രാന്തിയുള്ള മകൻ നമ്മുടെ ചങ്ങരംകുളത്തിന്റെ താഴെയാ അല്ലേ? ഉമ്മാനെ തീയിട്ട് ഓടുമ്പോ തീയിലെ വേവെന്ന് ഉമ്മ പറഞ്ഞത് സ്വന്തം ശരീരത്തെ നോക്കാനല്ല. എന്റെ മോൻ വീട്ടിലേക്ക് ഓടുന്നുണ്ട്, അവിടെയും തീയുണ്ടെന്ന് വിളിച്ചു പറയാ. മരണത്തിന്റെ അത് ഉമ്മയാണ്. ആ ഉമ്മ ഇങ്ങനെ പറയും. നമുക്ക് ചിന്തിക്കുന്നുണ്ട്, എന്റെ മോനെ കരിച്ചിട്ട് എന്നെ രക്ഷിക്കും. അത്ര ഭയാനകരമാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലികും നാറാ. നിങ്ങളുടെ ശരീരത്തെ, കുടുംബത്തിനെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ. വഖൂദുഹന്നാസ് വൽ ഹിജാറ. മനുഷ്യന്റെ കൂടെ കല്ല് കത്തുന്ന നരകമാണ്. ദുനിയാവിൽ കല്ല് കത്തില്ലെങ്കിൽ ആ നരകം എത്ര ഭയാനകരമാണെന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് പോകാൻ അല്ലാഹുവേ
ദുആകളെ കൊണ്ട് കഴിയും അള്ളാഹുവിന്റെ ഖദാകളിൽ അള്ളാഹു മാറ്റങ്ങൾ വരെ നടത്തി തരുമെന്നുള്ളതാണ്. ശിഫ നൽകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. ആ കുഞ്ഞിനെ അള്ളാഹു ഷിഫ ആജിൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു പൂർണ്ണ ആരോഗ്യത്തോടെ സാലിഹായ ഒരു കുഞ്ഞായി ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു കുട്ടിയായി വളരാൻ അള്ളാഹു തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾക്ക് മഅ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي غزة وفي لبنان. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.